ആദ്യഘട്ടത്തിൽ കനത്ത പോളിംഗ് 70% കടന്നു. എറണാകുളം മുൻപന്തിയിൽ, പിന്നിൽ തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന 7 ജില്ലകളിൽ കനത്ത പോളിംഗ്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ പോളിംഗ് ശതമാനം 70 കടന്നിരിക്കുകയാണ്. പോളിംഗ് സമയം കഴിഞ്ഞെങ്കിലും 6 മണിക്ക് മുമ്പ് ക്യൂവിൽ നിന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകി. ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് എറണാകുളത്താണ് ഉയർന്ന പോളിംഗ്, 73.16%. കുറവ് തിരുവനന്തപുരത്താണ്, 65.74%. അങ്ങിങ്ങ് നേരിയ സംഘർഷങ്ങൾ ഉണ്ടായത് ഒഴിച്ചു നിർത്തിയാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേര് തെളിയാത്തതിനെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെച്ചു. BSPയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശൈലജയുടെ പേരാണ് തെളിയാതിരുന്നത്. റീപോളിംഗ് വേണമെന്ന് BSP ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാനെത്തിയ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവല്ലം വാർഡിൽ പാച്ചല്ലൂർ സ്കൂളിൽ ബൂത്ത് നമ്പർ 6-ൽ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ശാന്ത എന്ന വോട്ടറാണ് വരിയിൽ നിൽക്കവെ കുഴഞ്ഞു വീണത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. മലയോര മേഖലയിലടക്കം കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് ജനവിധി നടന്നത്. 11,168 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനിടെ 2ാം ഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. കലാശക്കൊട്ട് ആവേശമാക്കി മുന്നണികൾ. ഒഞ്ചിയത്തും പൂക്കോട്ടിലും സംഘർഷമുണ്ടായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മറ്റന്നാളാണ് ജനവിധി.